ഹായ് സ്റ്റുഡൻസ്, വിബ് യുവർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 നടന്ന മെക്കാനിക്സ് 1 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് പ്രോപ്പർ എക്സാമ്പിൾസ് ഡിഫൈൻ കോണ്ടാക്റ്റ് ഫോഴ്സസ്. ആൻസർ കൊടുത്തിരിക്കുന്നു. കോണ്ടാക്റ്റ് ഫോഴ്സസ് ആർ ഫോഴ്സസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ബോഡീസ് ബൈ ഷോർട്ട് റേഞ്ച് അറ്റോമിക് ഓർ മോളിക്കുലാർ ഇൻറ്ററാക്ഷൻസ്. എക്സാമ്പിൾസ്: പുൾ ഓഫ് സ്ട്രിങ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫോഴ്സ് ഓഫ് വിസ്കോസിറ്റി. അങ്ങനെയാണല്ലോ അല്ലേ? അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഇൻറ്ററാക്ഷൻസ് ഷോർട്ട് റേഞ്ചിൽ നടക്കുന്ന ആ ഒരു അറ്റോമിക് ഓർ മോളിക്കുലാർ ഇൻറ്ററാക്ഷൻ കാരണം ബോഡീസിൻ്റെ ഇടയിൽ ട്രാൻസ്മിറ്റഡ് ആവുന്ന ഫോഴ്സസ് ആണ് കോണ്ടാക്ട് ഫോഴ്സസ്. ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും ഒക്കെ അതിന് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, കമ്പയർ ദെയർ സ്ട്രെങ്ത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇത് നാലുമാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. സ്ട്രെങ്ത്ത് നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയാണല്ലോ അല്ലേ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എ സ്ഫിയർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ആൻഡ് യൂണിഫോം തിൻ സ്പെറിക്കൽ ഷെൽ ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ആർ. അതായത് ഇവിടെ ഒരു സ്ഫിയറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് സ്ഫിയർ വരുന്നത് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് gmm/r² ആർ ക്യാപ്പ് വേർ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. അങ്ങനെയാണല്ലോ. അതായത് സ്ഫിയറിൻ്റെ റേഡിയസിനേക്കാൾ കൂടുതൽ റേഡിയസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റുകളിലെല്ലാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് -gmm/r² ആർ ക്യാപ്പ് ആയിരിക്കും. എന്നാൽ സ്ഫിയറിനകത്ത്, അതാണ് ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ഫിയറിനകത്ത് എഫ് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ സ്ഫിയറിൻ്റെ പുറത്താണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് -gmm/r² ആർ ക്യാപ്പ് ആണ്. സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ അത് സ്ഫിയറിന് അകത്താണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 0 ആണ്. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം നോക്കുക. എ യൂണിഫോം സോളിഡ് സ്ഫിയർ ക്യാൻ ബി റിഗാർഡഡ് ആസ് കോമ്പിനേഷൻ ഓഫ് മെനി സ്പെറിക്കൽ ഷെൽ ആൻഡ് ബൈ ദ ലോ ഓഫ് സൂപ്പർ പൊസിഷൻ. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് സോളിഡ് സ്ഫിയർ ഓഫ് മാസ് M ഓൺ എ മാസ് m അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ r ഈസ് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു -gmm/r² ആർ ക്യാപ്പ് വേർ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ശരിക്കും നേരത്തെ പറഞ്ഞത് ഷെല്ലിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ്. ഷെല്ലിനകത്ത് 0 ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഷെല്ലിന് പുറത്ത് -gmm/r² ആർ ക്യാപ്പാണ്. ഓക്കെ, കുറേ ഷെല്ലുകൾ ചേർന്നിട്ടാണല്ലോ ഒരു സ്ഫിയർ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ സ്ഫിയറിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് -gmm/r² ആർ ക്യാപ്പ്, അവിടെ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്നെഴുതാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ സർഫസിലും സ്ഫിയറിൻ്റെ പുറത്തും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് -gmm/r² ആർ ക്യാപ്പാണ്. സ്ഫിയറിനകത്ത് 0 ആണ്, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ സെൻട്രൽ ഫോഴ്സ്. ഷോ ദാറ്റ് ദ വർക്ക് ഡൺ ബൈ എ സെൻട്രൽ ഫോഴ്സ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഫോഴ്സ് എന്താണെന്ന് ആദ്യം എഴുതണം. ഡെഫിനിഷൻ 1 മാർക്ക്, കാൽക്കുലേഷൻ ഓഫ് വർക്ക് വിത്ത് എക്സ്പ്ലനേഷൻ 2 മാർക്ക്. അങ്ങനെയാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതെല്ലാം. സോറി, 2 മാർക്ക് ഞാൻ പറഞ്ഞത്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കുക. എ സെൻട്രൽ ഫോഴ്സ് ഈസ് എ റേഡിയൽ ഫോഴ്സ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. അങ്ങനെയാണല്ലോ. റേഡിയൽ ഫോഴ്സ് ആണ്, റേഡിയൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. ടുവേർഡ്സ് ഓർ എവേ ഫ്രം എ ഫിക്സഡ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് റേഡിയൽ ഫോഴ്സ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ മാത്രം. ഓക്കെ, എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. സെൻട്രൽ ഫോഴ്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമുക്കറിയാം. സെൻട്രൽ ഫോഴ്സ് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ആർ ക്യാപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എലമെൻ്ററി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ dr is equal to പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് നമുക്ക് dr r ക്യാപ്പ് പ്ലസ് rd തീറ്റ ക്യാപ്പ് എന്ന് കൊടുക്കാം. വർക്ക് ഡൺ ചെയ്യുന്ന സമയത്ത് WBA ഇൻ്റഗ്രൽ A to B F.dr ആണ് അല്ലേ? അതിൽ ഈ എഫിൻ്റെ സ്ഥാനത്ത് സെൻട്രൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ F of r ആർ ക്യാപ്പ് എന്ന് കൊടുക്കാം. എലമെൻ്ററി ഡിസ്റ്റൻസ് dr r ക്യാപ്പ് പ്ലസ് rd തീറ്റ ക്യാപ്പ് എന്നും കൊടുക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ അവിടെ ഇൻ്റഗ്രൽ A to B F of r dr ആയിരിക്കും കിട്ടുക. ഓക്കെ, ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ആർ ക്യാപ്പ് ഡോട്ട് തീറ്റ ക്യാപ്പ് 0 ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് F of r
dr എന്നായിരിക്കും ഇൻ്റഗ്രലിനകത്ത് കിട്ടുക. അപ്പോൾ അതാണ് വർക്ക് എന്ന് പറയുന്നത്. ദ വർക്ക് ഈസ് ഗിവൺ ബൈ സിമ്പിൾ വൺ ഡയമെൻഷണൽ ഇൻ്റഗ്രൽ ഓവർ ദ വാരിയബിൾ ആർ. നോ തീറ്റ ടേം അല്ലേ, വർക്കിൽ തീറ്റ ടേം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വൺ ഡയമെൻഷണൽ ഇൻ്റഗ്രലാണ് എന്ന് പറയാം. ദ വർക്ക് ഫോർ എ ഗിവൺ എഫ് ഓഫ് ആർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ റേഡിയൽ ഡിസ്റ്റൻസ് ആൻഡ് നോട്ട് ഓൺ ദ പർട്ടിക്കുലർ പാത്ത് അല്ലേ. അപ്പോൾ അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഡിസ്റ്റൻസിനെ, റേഡിയൽ ഡിസ്റ്റൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ WBA + WAB ചെയ്യുമ്പോൾ നമുക്ക് 0 ആണല്ലോ കിട്ടുക. അപ്പോൾ ദ വർക്ക് ബൈ എ സെൻട്രൽ ഫോഴ്സ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. നമ്മൾ പഠിച്ചതാണ്, സെൻട്രൽ ഫോഴ്സ് ഒരു ക്ലോസ്ഡ് പാത്തിൽ ഓവറായിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലിനിയർ മൊമെൻറ്റം വിത്ത് വൺ എക്സാമ്പിൾ. സിമ്പിളാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലിനിയർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ലിനിയർ മൊമെൻറ്റം അസോസിയേറ്റഡ് വിത്ത് എ ബോഡി ഈസ് കോൺസ്റ്റൻറ്റ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ദ ടോട്ടൽ മൊമെൻറ്റം എഫ് is equal to dp/dt എന്ന് പറയുന്ന റിലേഷൻ വെച്ചിട്ട് എഴുതാം. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എഫ് 0 ആണ്. എഫ് 0 ആകുമ്പോൾ dp/dt 0 ആവും. കാരണം എഫ് is equal to dp/dt എന്ന് പറയുന്ന റിലേഷൻ ശരിയാവണമെങ്കിൽ എഫ് 0 ആണെങ്കിൽ dp/dt 0 ആവണം. സോ പി is equal to കോൺസ്റ്റൻറ്റ്, അപ്പോഴല്ലേ അത് ശരിയാവുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദ ടോട്ടൽ മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കാണാം. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലിനിയർ മൊമെൻറ്റം. അതിൻ്റെ എക്സാമ്പിൾ റീകോയിൽ ഓഫ് എ ഗണ്ണൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ കൂടി അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, റീകോയിൽ ഓഫ് എ ഗണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, ഹൗ ഈസ് റിലേറ്റഡ് ടു ആംഗുലാർ മൊമെൻറ്റം. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ബോഡി റെസിസ്റ്റിംഗ് ആംഗുലാർ ആക്സിലറേഷൻ വിച്ച് ഈസ് ദ സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് ഓഫ് എവറി പാർട്ടിക്കിൾ വിത്ത് ഇറ്റ്സ് സ്ക്വയർ ഓഫ് എ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. അതെപ്പോഴും മാസിൻ്റെയും സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ആംഗുലാർ മൊമെൻറ്റുമായിട്ട് ഈ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ റിലേഷൻ പറയണം. എങ്ങനെയാണ് ആ റിലേഷൻ? L is equal to I omega. L ആംഗുലാർ മൊമെൻറ്റമാണ്, I മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്, ഒമേഗ ആംഗുലാർ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ റിലേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്ക് എനർജി തിയറം. ഹാഫ് mv_b² മൈനസ് ഹാഫ് mva² അല്ലേ, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓർ കൈനറ്റിക് എനർജി ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ XA to XB f of x dx. അല്ലെങ്കിൽ നമുക്ക് KB - KA is equal to WBA എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് വർക്ക് എനർജി തിയറത്തിൻ്റെ ആ ഒരു റിലേഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി പറയുന്നു. എന്താണ്? വർക്ക് ഡൺ ടു മൂവ് എ ബോഡി ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ point is always equal to the kinetic energy difference between those 2 points. Okay, അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ഫോർ എ പാർട്ടിക്കിൾ ഇൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ. ഇത് നമ്മൾ പഠിച്ചതാണ്. ആംഗുലാർ മൊമെൻറ്റം ഒരു സെൻട്രൽ ഫോഴ്സ് മോഷനിൽ കൺസേർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സെൻട്രൽ ഫോഴ്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ F(r)r എന്നുള്ളതാണ്. അപ്പോൾ ടോർക്ക് എന്ന് പറയുമ്പോൾ R×F ആണല്ലോ. ആ എഫിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ F(r)r കൊടുക്കാം. അപ്പോൾ R×F(r)r വരും. വെക്ടർ ആർ എന്ന് പറയുന്നത് R ആണ് അല്ലേ. അപ്പോൾ അവിടെ R×r എന്ന് വരും മൊത്തത്തിൽ. അപ്പോൾ 0 വരിക ടോർക്ക്. അത് നമ്മൾ പഠിച്ചാണ്. ടോസ് ഈക്വൽ ടു dL/dt ആയതുകൊണ്ട് തന്നെ ഇവിടെ ടോ 0 ആണ് അല്ലേ. അസോസിയേറ്റഡ് വിത്ത് സെൻട്രൽ ഫോഴ്സ് മോഷൻ ടോർക്ക് 0 ആണ്. ടോസ് ഈക്വൽ ടു dL/dt ആയതുകൊണ്ട് അപ്പോൾ dL/dt 0 ആയിരിക്കും. dL/dt 0 ആവണമെങ്കിൽ L is equal to എന്താവണം? കോൺസ്റ്റൻ്റ് ആവണം. ഓക്കെ, അപ്പോൾ L is equal to R×P ഈസ് എ കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ്. കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. എന്താണ്? മോഷൻ കൺഫൈൻഡ് ടു എ പ്ലെയിൻ കൂടിയാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡിഫൈൻ പവർ വിത്ത് ഇറ്റ്സ് വാരിയസ് യൂണിറ്റ്. പവർ എന്താണെന്ന് നമുക്കറിയാം. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ അല്ലേ. വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം റേറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. ഇനി അതിൻ്റെ യൂണിറ്റുകൾ, യൂണിറ്റ് പറയുന്നതിന് മുമ്പ് ദ വർക്ക് Δw ബൈ ഫോഴ്സ് F ഓൺ എ സിസ്റ്റം ആസ് ഇറ്റ് മൂവ്സ് ത്രൂ എ ഷോർട്ട് ഡിസ്റ്റൻസ് Δr ഈസ് F.Δr. ഓക്കെ, Δr ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ അല്ലേ F.Δr ആണ് ചെയ്യുന്ന വർക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എത്ര വരിക? Δw/Δt ആണ്. F.Δr/Δt. Δr/Δt നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റി V എന്ന് കൊടുക്കാം. അപ്പോൾ F.V എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പവറിനെ വേണമെങ്കിൽ നമുക്ക്
എഫ് ഡോട്ട് വി എന്നും എഴുതാം. എഫ് ഫോഴ്സ്, വി വെലോസിറ്റി. ഇനി യൂണിറ്റുകൾ SI യൂണിറ്റ് പവറിൻ്റെ വാട്ടാണ്. ഒരു വാട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബാണ്. ഈ ഹോഴ്സ് പവർ എന്ന് പറയുന്ന യൂണിറ്റ് കൂടിയിട്ട് പവറിന് അത് 746 വാട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് വെയിറ്റ്, ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി decreases with altitude and is given by the expression g of r is equal to gme by r square. അതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ വരുന്നത്. ഇനി ആൾട്ടിറ്റ്യൂഡ് മാറുമ്പോൾ എങ്ങനെയാണ് ഇതിനൊരു വേരിയേഷൻ ഉണ്ടാകുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക്? ഡെൽറ്റ ജി ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡി ജി ബൈ ഡി ആർ ഡെൽറ്റ ആർ ആണ്. നമ്മൾ ചെയ്യുമ്പോൾ -2gme by r ക്യൂബ് ഡെൽറ്റ ആർ എന്നാണ് കിട്ടുക. സോ ഡെൽറ്റ ജി ഓഫ് ആർ ഇസ് ഈക്വൽ ടു -2g by r ഡെൽറ്റ ആർ എന്ന് കിട്ടും അല്ലേ. അതായത് gme by r സ്ക്വയറിന് ഞാൻ സ്മോൾ ജി കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ജി ഓഫ് ആർ ഇസ് ഈക്വൽ ടു -2g by r ഡെൽറ്റ ആർ. ഓക്കെ. അപ്പോൾ ആ ഒരു റിലേഷൻ അനുസരിച്ചിട്ടാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റ് മാറുന്നതിനനുസരിച്ച് മാറുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡ്രോ ദ എനർജി ഡയഗ്രാം ഫോർ എ ഹാർമോണിക് ഓസിലേറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ. അത് നമുക്കറിയാം. കൈനറ്റിക് എനർജി ഡയഗ്രാം, പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം ഒക്കെ കാണാം. ടോട്ടൽ എനർജി ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് എക്സ് ആക്സിന് പാരലായിട്ട് മുകളിലും കാണാം അല്ലേ. അപ്പോൾ അത് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ. ഒരു പാരാബോളിക് ഷേപ്പായിരിക്കും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫ്. ടോട്ടൽ എനർജി ആണെങ്കിൽ എക്സ് ആക്സിന് പാരലായിട്ട് മുകളിൽ വരുന്നതായിട്ട് കാണാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആ ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ആ ഒരു യു പോലെ അല്ലേ, ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജി കർവാണ്. ഓക്കെ. പിന്നെ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജി കർവാണ്. കണ്ടിന്യൂസ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ള റാ പോലുള്ള സാധനമാണ് പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ എനർജി കർവ് ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജി കർവ്, കണ്ടിന്യൂസ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത് കൈനറ്റിക് എനർജി കർവ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എക്സ് ആക്സിന് പാരലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പാരലാക്സിസ് തിയറം. പാരലാക്സിസ് തിയറം നമുക്കറിയാം. I is equal to I0 plus ml സ്ക്വയർ ആണ്. അതായത് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ഉണ്ടല്ലോ, ആക്സിന് പാരലായിട്ടുള്ള മറ്റൊരു ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, അതാണ് I എന്ന് പറയുന്നത്. I0 എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആക്സിസ്, സെൻറ്റർ ഓഫ് മാസ് കൂടെ പോകുന്ന ആക്സിസാണ് സെൻട്രോയിഡ് ആക്സിസ്. ആ സെൻട്രോയിഡ് ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് I0. എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡിയാണ്. അവിടെ L എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ആക്സിസ് ആൻഡ് ദ ഗിവൺ ആക്സിസ് പാരലൽ വിത്ത് ദ സെൻട്രോയിഡ് ആക്സിസ് ആണ്. ഓക്കെ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എ പാരലൽ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. 2 മാർക്കാണ്. I is equal to I0 plus ml സ്ക്വയർ എന്ന് എഴുതുന്നതിന് 1 മാർക്കും, അങ്ങനെ മൊത്തം 3 മാർക്ക്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് സെക്ഷനിൽ, സെക്ഷൻ എയിൽ വന്നിട്ടുണ്ടായിരുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ ബി, അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലം ആണ് ഫസ്റ്റ് വരുന്നത്. 5 കിലോഗ്രാം മാസ് മൂവ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ് F is equal to 4t square I cap minus 3t j cap Newton, where t is the time in seconds. 1 Newton is equal to 1 n is equal to 1 Newton. It starts at rest from the origin at F is equal to 0. Find its velocity, its position r cross v for any later time. അപ്പോൾ ഇവിടെ F തന്നിരിക്കുന്നു, ദാറ്റ് ഈസ് 4t square minus 3t j cap ആണ്. F is equal to ma എന്നുള്ള റിലേഷൻ നമുക്കറിയാം. അപ്പോൾ അതിന് A is equal to F by m ആണ്. അപ്പോൾ അവിടെ എം 5 കിലോഗ്രാം തന്നതുകൊണ്ട് തന്നെ 40 സ്ക്വയർ മൈനസ് ഐ ക്യാപ്പ് മൈനസ് 3t ജെ ക്യാപ്പ് ബൈ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എഫ് വരുന്നത്, എ വരുന്നത്, ആക്സലേഷൻ വരുന്നത്. വി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വി ഓഫ് ടി മൈനസ് വി 0 ആണ്. അത് നമ്മൾ ഇൻ്റഗ്രൽ 0 to t ADT ആക്സലേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു എയുടെ സ്ഥാനത്ത് ഈ 1/5 40 സ്ക്വയർ ഐ ക്യാപ്പ് മൈനസ് 3t ജെ ക്യാപ്പ് എന്ന് കൊടുത്തിട്ട് ആ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4/15 t ക്യൂബ് ഐ ക്യാപ്പ് മൈനസ് 3/10 t സ്ക്വയർ ജെ ക്യാപ്പ് എന്ന് കിട്ടും. പിന്നെ അപ്പോൾ അതാണ് വെലോസിറ്റി. ഇനി പൊസിഷൻ എന്ന് പറയുമ്പോൾ 6 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രൽ 0 to t v dt ചെയ്താൽ മതി. വിക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയ 4/15 t ക്യൂബ് ഐ ക്യാപ്പ് മൈനസ് 3/10 t സ്ക്വയർ ജെ ക്യാപ്പ് കൊടുത്താൽ
എന്നിട്ട് ആ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/15 t⁻⁴ i - 1/10 t³ j³ എന്ന് കിട്ടും. ഇനി r ക്രോസ് v എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിറ്റർമിനൻറ്റ് മെത്തേഡിൽ ആ ഒരു ക്രോസ് പ്രൊഡക്റ്റ് കാണുക, i/j/k മുകളിൽ എഴുതി ആറിൻ്റെ ആ ഒരു കോഎഫിഷ്യൻസ് 4t³ 5 - 3/10 t² 0 സെക്കൻഡ് റോയിൽ എഴുതി. പിന്നെ വിൻ്റെ ആ ഒരു യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1/15 t⁻⁴ - 1/10 t³ 0 അതും എഴുതി. എന്നിട്ട് ആ ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ -k³ 3/50 t⁻⁶ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ r ക്രോസ് v നമുക്ക് കാണാമെന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മാസ് m ഈസ് വേൾഡ് ഓൺ ദ എൻഡ് ഓഫ് എ string length R. The motion is in a vertical plane in the gravitational field of the earth. The forces on M are the weight W down and the string force T towards the center. The instantaneous speed is V and the string makes angle E with the horizontal. Find the capital T and the tangential acceleration at this instant. ഇത് ബ്ലോക്ക് ആൻഡ് സ്ട്രിങ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അത് ആ ഒരു ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുക. ഈ ഒരു ഇതാണ് അതിന് അകത്ത് എഴുതേണ്ടത് കേട്ടോ. ബ്ലോക്ക് ആൻഡ് സ്ട്രിങ് 2 എന്ന് പറയുന്നൊരു ടോപ്പിക് എക്സാമ്പിൾ 2.8 ക്ലബ്നറിൽ ആ ടോപ്പിക്ക് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ 15th ക്വസ്റ്റ്യൻ ആണ്. എ യൂണിഫോം റോപ്പ് ഓഫ് മാസ് M ആൻഡ് ലെങ്ത് L ഈസ് അറ്റാച്ച്ഡ് ടു എ ബ്ലോക്ക് ഓഫ് മാസ് M. The rope is pulled with force F. Find the tension at X from the end of the rope. Neglect gravity. ഇതും നമ്മൾ പുസ്തകത്തിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്ക് കാണാം. ഓക്കെ, L ലെങ്ത്തും സ്മോൾ m മാസുള്ള ഒരു സ്ട്രിങ് വെച്ചിട്ട് ക്യാപിറ്റൽ M മാസുള്ള ഒരു ബ്ലോക്കിനെ വലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ കാണാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ സോൾവ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ Tx = 1 - small m by capital M plus m x/Lf എന്നൊക്കെ കിട്ടും. ഓക്കെ, ഈ ഒരു ഭാഗം ഒന്ന് നോക്കുക. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. പുസ്തകത്തിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണത്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതാണ്. ഒരു ബ്ലോക്കിനെ ഒരു സ്ട്രിങ് വെച്ചിട്ട് പുള്ളി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമുണ്ട്, ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ്, എ ബ്ലോക്ക് ഓഫ് മാസ് M slides along a horizontal table with speed v0. At x = 0, it hits a spring with the spring constant k and begin to experience a friction force as indicated in the right hand sketch. The coefficient of friction is variable and is given by mu = bx, where b is a constant. Find the distance L the block travels before coming to rest. Okay, ഇവിടെ ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് KI = ½ mv02 ആണ്. UI 0 ആണ് അല്ലേ. അപ്പോൾ EI = ടോട്ടൽ എനർജി KI + UI ½ mv02 എന്ന് കിട്ടും. ഫൈനൽ എനർജി ആവട്ടെ KF 0 ആണ്. UF = നമുക്ക് 1/2 KL² എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ടോട്ടൽ ഫൈനൽ എനർജി എന്ന് പറയുന്നത് KF + UF ചെയ്യുമ്പോൾ 0 + ½ KL² എന്ന് കിട്ടും. ഫ്രിക്ഷൻ ഫോഴ്സ് F ഫ്രിക്ഷൻ μn ആണ്. വേർ N = mg is the normal force. ഓക്കെ, EF - EI = വർക്ക് ഓൺ ദ സിസ്റ്റം ആണ്, വർക്ക് എനർജി തിയറി അനുസരിച്ചിട്ട്. അപ്പോൾ അത് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to L F ഫ്രിക്ഷൻ dx ഡാഷ്. അത് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് L = ഈ രീതിയിൽ v0 √m/k + mgb എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, ഷോ ദാറ്റ് if the total linear momentum of a system of particles is 0, the angular momentum of the system is same around all the region. ഇത് നമ്മൾ ആ ഒരു പ്രോബ്ലം സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു പ്രോബ്ലം ന്യൂട്ടൺസ് ലോസിൻ്റെ ന്യൂട്ടൺസ് ലോ അല്ല, ആംഗുലാർ മൊമെൻറ്റത്തിലെ പ്രോബ്ലംസ് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രോബ്ലം നിങ്ങൾ നോക്കുക. ആംഗുലാർ മൊമെൻറ്റത്തിലെ പ്രോബ്ലം സെക്ഷനിലെ പ്രോബ്ലം ആണിത്. അപ്പോൾ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ആ വീഡിയോ കണ്ടാൽ മതി. നെക്സ്റ്റ്, എ യൂണിഫോം ഡ്രം ഓഫ് റേഡിയസ് B and mass M rolls without slipping down a plane inclined at angle theta. The moment of inertia of the drum around its axis I0 = mv². Find the drum's acceleration along the plane. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പുസ്തകത്തിലുള്ളതാണ്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ഡ്രം റോൾ ചെയ്ത് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ
പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് എ സി ഈക്വൽ ടു 2/3 g sin θ എന്നാണ് കിട്ടുക നമുക്ക്. ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുക. ഓക്കെ, പുസ്തകത്തിലുള്ളതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പുസ്തകത്തിൽ നിന്ന് എടുത്ത് ചോദിച്ചതാണ്. നെക്സ്റ്റ്, 3 freight cars each of mass m are pulled with force F by locomotive. Friction is negligible. Find the force on each car. ഇതും ഫ്രൈറ്റ് ട്രെയിൻ എന്ന് പറയുന്ന 2.4 എക്സാമ്പിൾ ക്ലെപ്നർ ആൻഡ് കൊളൻകോവിൽ ഇത് നമ്മൾ പഠിച്ചതാണ്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പുസ്തകത്തിന് ഡയറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗമാണ് മൾട്ടിപ്പിൾ മാസസ് എ ഫ്രൈറ്റ് ട്രെയിൻ എന്ന് പറയുന്ന ഭാഗം, അത് നോക്കുക. നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ്, ഇത് എസ് എ ആണ്. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. അപ്ലൈ ന്യൂട്ടൺസ് ലോ ടു ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് 2 astronauts ഓഫ് മാസസ് എം ആൻഡ് എം ബി പുള്ളിങ് ഓൺ എയ്തർ എൻഡ്സ് ഓഫ് ദ റോപ്പ് ഓഫ് നെഗ്ലിജിബിൾ മാസ്. ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 5 മാർക്കാണ്. ബാക്കി ആസ്ട്രോനോട്ട്സ് ടഗ് ഓഫ് വാർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു സെക്കൻഡ് ഭാഗം കൊടുത്തിട്ടുള്ളത്. ന്യൂട്ടൻ്റെ ലോസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം 5 മാർക്കിന്. പിന്നെ ടഗ് ഓഫ് വാർ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് വന്നിട്ട് ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ള എക്സാമ്പിൾ 2.3 ക്ലെപ്നർ ആൻഡ് കൊളൻകോവിൽ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. ഓക്കെ, കുറച്ചുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക. നെക്സ്റ്റ്, ഡിഫൈൻ പൊട്ടൻഷ്യൽ എനർജി. ഒബ്റ്റെയിൻ പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് എ യൂണിഫോം ഫോഴ്സ് ഫീൽഡ്. Obtain potential energy of a central force and obtain the potential energy of 3-dimensional spring force. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യു ബി മൈനസ് യു എ സി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എക്സ് എ ടു എക്സ് ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതാണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് കാണാനുള്ള എക്സ്പ്രഷൻ. പിന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടുമല്ലോ. ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി 3-dimensionally ആണെങ്കിൽ. 1-dimensional ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ്. അത് എഴുതുന്നതിന് 2 മാർക്കാണ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിഫോം ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്ലെപ്നർ ആൻഡ് കൊളൻകോവിൽ എക്സാമ്പിൾ 5.13 ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതുക. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു ഭാഗം കൂടി അതിനകത്ത് എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ 3-dimensional സ്പ്രിംഗ് ഫോഴ്സ്, ആ ഒരു ഭാഗമുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതൊക്കെ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ ചാനലിലെ ഈ ഒരു സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. ഓക്കെ, എസ്സേസ് 11 മാർക്കാണ്, ചോയ്സാണ്, 2 1 എഴുതാനാണ്. ബാക്കി സെക്ഷൻ എയും സെക്ഷൻ ബിയും ഒക്കെ സീലിംഗ് ഒക്കെയാണ്. നമ്മൾ നിങ്ങൾക്കറിയാം സീലിംഗ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാനലിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് 2021 വന്ന മെക്കാനിക്സ് 1 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നന്നായിട്ട് നോക്കുക, ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക തന്നെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.